പാർട്ട്ണറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മടിയുള്ള എന്നാൽ ഉറപ്പായും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ. നമ്പർ 1 എന്ന് പറയുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പിൽ ഫീൽ ചെയ്യുന്നത്? ഹൗ ഡു യു ഫീൽ ഇൻ ദിസ് റിലേഷൻഷിപ്പ്? വർഷങ്ങൾക്കിപ്പുറം ഞാൻ അന്നൊക്കെ ഇങ്ങനെയായിരുന്നു ഫീൽ ചെയ്തിരുന്നത്, അതുകൊണ്ട് ബൈ എന്ന് പറയുന്ന പാറ്റേണിലേക്ക് പോകരുത്. നമ്പർ 2 എന്ന് പറയുന്നത്, നിങ്ങളുടെ നീഡ് എന്താണ്, നിങ്ങളുടെ വാണ്ട് എന്താണ്, പാർട്ട്ണർ അത് വ്യക്തമായി തന്നെ അറിയണം. 3, ഇന്റിമസി ലെവലിന്റെ സാറ്റിസ്ഫാക്ഷൻ. പാർട്ട്ണറുമായി ഓപ്പൺ ആയിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ചെറിയ ചെറിയ സമയത്തിനേക്കുള്ള ചില ഡിസ്കംഫർട്ട് ആക്കണ്ടല്ലോ എന്നൊക്കെ കരുതി നമ്മൾ പലതും ഹൈഡ് ചെയ്യും. അതാണ് പിന്നീട് ആ ജീവിതത്തെ നശിപ്പിക്കുന്നത്. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട അത്യാവശ്യം വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ ഉണ്ടെങ്കിലും അൺറിസോൾവ്ഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിലും അത് തീർച്ചയായും പാർട്ട്ണറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. നിങ്ങൾ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് അതാണ് നാളെ അസംഷനായും ബ്ലെയിമിംഗ് ആയും ഒക്കെ മാറുന്നത്, ആ ജീവിതത്തെ നശിപ്പിക്കുന്നത്. ഓർക്കുക.